എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCRTയുടെ 6ാം ക്ലാസ്സിൻ്റെ സയൻസാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ കാന്തിക ലോകത്തെ അത്ഭുതം. ആദ്യമായിട്ട് കാന്തത്തിൻ്റെ ചരിത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഗ്രീസിലെ മഗ്നേഷ്യ എന്ന സ്ഥലത്ത് വെച്ചാണ് കാന്തം ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്ന് പറയാം. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ മഗ്നേഷ്യ എന്ന സ്ഥലത്ത് മാഗ്നസ് എന്ന ഒരു ആട്ടിടയനുണ്ടായിരുന്നു. ആടുകളെ മേയ്ക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ചുറ്റിയ വടി ഒരു പാറയിൽ ഒട്ടിപ്പിടിച്ചു. പിന്നീട് ഇത്തരം പാറകളെ ആട്ടിടയൻ്റെ സ്മരണാർത്ഥം മാഗ്നറ്റ് എന്ന് വിളിച്ചു. ഇത്തരത്തിൽ കാന്തശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തുമുണ്ട്. എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കുന്ന ഇത്തരം പ്രകൃതിദത്ത കാന്തങ്ങളാണ് ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ പ്രധാനമായിട്ടുള്ളത് മാഗ്നസ് എന്ന ആ ഒരു പേര് വരാൻ, മാഗ്നറ്റ് എന്ന പേര് വരാൻ കാരണം, അതുപോലെ പ്രകൃതിദത്ത കാന്തങ്ങളെ ലോഡ് സ്റ്റോൺ എന്ന് വിളിക്കുന്നു. പ്രകൃതിദത്ത കാന്തങ്ങളുടെ പേര് ചോദിക്കാറുണ്ട്, ലോഡ് സ്റ്റോൺ എന്നാണ്. കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം എന്നിവ അകാന്തിക വസ്തുക്കളാണ്. അടുത്തതായിട്ട് ആ ഒരു ബോക്സിൽ കാന്തിക വസ്തുക്കളെയും അകാന്തിക വസ്തുക്കളെയും വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. കാന്തിക വസ്തുക്കൾ ഇരുമ്പാണി, ഉരുക്ക്, നിക്കൽ നാണയങ്ങൾ, മുട്ടുസൂചികൾ, ജെം ക്ലിപ്പ്. അകാന്തിക വസ്തുക്കൾ സ്വർണം, വെള്ളി, ചെമ്പ്, അലുമിനിയം, റബ്ബർ. അപ്പോൾ ലോഹങ്ങളെല്ലാം കാന്തങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാന്തങ്ങളുടെ നിർമ്മാണം. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിക്കുന്നത്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. അപ്പോൾ ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന നേച്ചറുള്ള വസ്തുക്കൾ, അതാണ് കാന്തിക വസ്തുക്കൾ. അതുപയോഗിച്ചാണ് കാന്തം നിർമ്മിക്കുന്നത്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് അലുമിനിയം, നിക്കൽ, ഇരുമ്പ്, കൊബാൾട്ട്. അപ്പോൾ അൽനിക്കോ എന്ന് എഴുതുമ്പോൾ അലുമിനിയവും നിക്കലും കൊബാൾട്ടും കിട്ടും. കൂടെ നമ്മൾ ഇരുമ്പിനെ കൂടി ആലോചിച്ചാൽ മതി. നിയോഡിമിയം, സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ്, റബ്ബർ എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ഈ മൂലകങ്ങളൊക്കെ കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. നിയോഡിമിയം, സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ്, റബ്ബർ. നിയോഡിമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ്. അപ്പോൾ ശക്തിയുള്ള കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാൽ നമുക്ക് നിയോഡിമിയം എഴുതാൻ പറ്റണം. അടുത്തതായി പലതരം കാന്തങ്ങൾ. കാന്തങ്ങൾ പലതരത്തിലുണ്ട്. ആകൃതിക്കനുസരിച്ചാണ് കാന്തങ്ങൾക്ക് പ്രത്യേക പേരുകൾ നൽകിയിരിക്കുന്നത്. ചിത്രവും അതുപോലെ പേരും കൊടുത്തിട്ടുണ്ട്. ബാർ കാന്തം ബാർ ആകൃതിയിലൊരു ചോക്ലേറ്റ് ബാറിൻ്റെയൊക്കെ ആകൃതിയിലിരിക്കുന്നതാണ് ബാർ കാന്തം. യു കാന്തം യു ഷേപ്പിലാണ്. ലാടകാന്തം ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്നും കൂടി പറയാറുണ്ട്. ലാടകാന്തം. സിലിണ്ടറിക്കൽ കാന്തം, സിലിണ്ടറിക്കൽ മാഗ്നറ്റ് ആ ഷേപ്പിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു. അടുത്തതായിട്ട് ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ഓവൽ കാന്തം, കാന്തസൂചി, മാഗ്നറ്റിക് നീഡിലാണ് നമ്മൾ വടക്ക് നോക്കി യന്ത്രത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്പ് കാന്തങ്ങളുണ്ട്. അടുത്തതായിട്ട് കാന്തിക ധ്രുവങ്ങൾ. കാന്തത്തിൻ്റെ അഗ്രഭാഗങ്ങളിലാണ് ആകർഷണബലം കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ അഗ്രഭാഗങ്ങളിലാണ് ആകർഷണബലം കൂടുതലുള്ളത്. ആകർഷണബലം കൂടുതൽ അനുഭവപ്പെടുന്ന കാന്തത്തിൻ്റെ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ. അപ്പോൾ ആ അഗ്രഭാഗങ്ങളെ പറയുന്ന പേരാണ് കാന്തിക ധ്രുവങ്ങൾ, മാഗ്നറ്റിക് പോൾസ് എന്ന് പറയും. ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും, അതായത് ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം. സ്വതന്ത്രമായി തൂക്കിയിടുന്ന കാന്തം എല്ലായ്പ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിലനിൽക്കുന്നു. ഇതാണ് കാന്തത്തിൻ്റെ ദിശാസ്വഭാവം. അപ്പോൾ കാന്തത്തിൻ്റെ ദിശാസ്വഭാവം എന്നാൽ ഒരു സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാന്തം തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിലകൊള്ളുക. അതാണ് അതിൻ്റെ ദിശാസ്വഭാവം എന്ന് പറയുന്നത്. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന കാന്തിക ധ്രുവമാണ് ഉത്തരധ്രുവം. ഉത്തരധ്രുവത്തെ N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന കാന്തിക ധ്രുവമാണ് ദക്ഷിണധ്രുവം. S എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ബാർ കാന്തത്തിൽ സാധാരണയായി ഉത്തരധ്രുവത്തെ സൂചിപ്പിക്കാൻ ഒരു വെള്ള സ്പോട്ടാണ് അടയാളമായി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാർ കാന്തത്തിൽ ഉത്തരധ്രുവം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വെള്ള സ്പോട്ട് കൊടുക്കാറുണ്ട്. ഒരു കാന്തം പൊട്ടിയാൽ ഓരോ കഷ്ണവും ചെറു കാന്തങ്ങളായി പ്രവർത്തിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു കാന്തം നടുവേ പൊട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 2 അഗ്രവും
ധ്രുവങ്ങളായിട്ട് പ്രവർത്തിക്കുക, അങ്ങനെ വേറെ വേറെ കാന്തങ്ങളായിട്ട് അത് നിലകൊള്ളുകയും ചെയ്യും. അടുത്തതായിട്ട് കാന്തിക മണ്ഡലം. കാന്തിക വസ്തുക്കളിൽ പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം, മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ കാന്തം എന്നത് നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ കാന്തശക്തി നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശം ആണ് കാന്തിക മണ്ഡലം. കാന്തിക മണ്ഡലം അദൃശ്യമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. കാന്തിക മണ്ഡലത്തിൽ അദൃശ്യമായ കാന്തിക മണ്ഡല രേഖകൾ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ കാന്തിക മണ്ഡല രേഖകൾ നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിത്രം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണമൊക്കെ സ്കൂളുകളിൽ പണ്ട് ചെയ്യാറുണ്ട്. ഒരു പേപ്പറിൽ ഇരുമ്പ് പൊടി വിതറിയിട്ട് ഒരു കാന്തം അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ആ ഇരുമ്പ് പൊടികളെല്ലാം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ അലൈൻ ചെയ്തതായിട്ട് നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റും. കാന്തത്തിന് പുറത്ത് കാന്തിക മണ്ഡല രേഖകൾ ഉത്തരധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കും കാന്തത്തിനുള്ളിൽ കാന്തിക മണ്ഡല രേഖകൾ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തരധ്രുവത്തിലേക്കും സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ദിശ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കാണ് കാന്തത്തിന് പുറത്ത് കാന്തിക മണ്ഡല രേഖകൾ നിലകൊള്ളുന്നത്. കാന്തത്തിനകത്താണെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കും. കാന്തിക മണ്ഡല രേഖകൾ പരസ്പരം മുറിച്ച് കടക്കുന്നില്ല. നമുക്ക് ആ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. പരസ്പരം മുറിച്ച് കടക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിശ്ചിത ആകൃതിയിൽ അലൈൻ ചെയ്തിരിക്കുന്നു. വടക്ക് നോക്കി യന്ത്രം. കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം, മാഗ്നറ്റിക് കോമ്പസ്. വടക്ക് നോക്കി യന്ത്രത്തിലെ സൂചി എപ്പോഴും വടക്ക് ദിശയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. വടക്ക് ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ വലതുഭാഗം കിഴക്ക് ദിശയും ഇടതുഭാഗം പടിഞ്ഞാറ് ദിശയുമാണ്. ഒരു കാന്തിക വസ്തുവിൽ കാന്തത്തിൻ്റെ ഒരു ധ്രുവം കൊണ്ട് തുടർച്ചയായി ഉരസുമ്പോൾ ആ കാന്തിക വസ്തുവിന് കാന്തികത്വം ലഭിക്കുന്നു. അപ്പോൾ ഒരു കാന്തം ഉപയോഗിച്ച് മറ്റൊരു വസ്തു കാന്തികമാക്കാനുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത്. തുടർച്ചയായി ഉരസുന്നു, അപ്പം ആ ഒരു കാന്തിക വസ്തുവിന് കാന്തികത്വം എന്ന സ്വഭാവം ലഭിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഭൂകാന്തം, ജിയോ മാഗ്നറ്റ്. ഭൂമി ഒരു കാന്തമാണ്. ഭൂമിക്ക് അദൃശ്യമായ കാന്തിക ശക്തിയും കാന്തിക മണ്ഡലവും ഉണ്ട്. ഭൂമി ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഭൂമി ഒരു കാന്തമായിട്ട് അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കാന്തിക ബലരേഖകൾ കൊടുത്തിട്ടുണ്ട്, ദിശകളൊക്കെ കൊടുത്തിട്ടുണ്ട്. തെക്ക് വടക്ക് ദിശയിലാണ് ഭൂകാന്ത ധ്രുവങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, സാധാരണ കാന്തങ്ങളെപ്പോലെ തന്നെ. ഭൂമിയുടെ ഉത്തരധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവമാണ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ ഉത്തരധ്രുവം എന്നത് ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണ്. ദക്ഷിണ ധ്രുവം നേരെ തിരിച്ച് ഉത്തരധ്രുവവുമായിട്ട് ആക്ട് ചെയ്യുന്നു. സ്വതന്ത്രമായി തൂക്കിയിടുന്ന കാന്തത്തിൻ്റെ ഉത്തരധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവത്തേക്കും കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവത്തേക്കും ആകർഷിക്കപ്പെടുന്നു. ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം ഭൂമിയുടെ ഉത്തരധ്രുവവും ഭൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവം ഭൂമിയുടെ ദക്ഷിണ ധ്രുവവുമായതിനാൽ സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ആണ് അവിടെ പറയുന്നത്. നമുക്ക് ആ കാന്തിക ബലരേഖകളുടെ ദിശയും അതിലൂടെ കാണാൻ പറ്റും. കാന്തിക ബലരേഖകൾ ഇടത്ത് സൈഡിലാണെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്ക് പോകുന്നതായിട്ട് കാണാം. ആ ഒരു ബേസിക്കാണ് തെക്ക് വടക്ക് ദിശയിൽ കാന്തം എപ്പോഴും നിലനിൽക്കുന്നതിന് കാരണം. ഭൂമിയുടെ കാന്തിക ശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവിയാണ് ഒച്ച്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാന്തിക ശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഒച്ചാണ്. ആകർഷണവും വികർഷണവും. വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളാണ് സജാതീയ ധ്രുവങ്ങൾ, ലൈക്ക് പോൾസ്. വ്യത്യസ്ത കാന്തങ്ങളുടെ വ്യത്യസ്ത ധ്രുവങ്ങളാണ് വിജാതീയ ധ്രുവങ്ങൾ. അതായത് നോർത്തും സൗത്തും എടുത്തു കഴിഞ്ഞാൽ വിജാതീയവും സൗത്തും എടുത്തു കഴിഞ്ഞാൽ സജാതീയവുമാണ്. അതുപോലെ നോർത്തും. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും റിപ്പൽഷൻ ഉണ്ടാവുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു.
അടുത്ത് വരുന്ന ധ്രുവങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. നമുക്ക് ആ ഒരു ബോക്സിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന കാന്തങ്ങളെയും കാണാം. പിന്നെ അടുത്ത് വരുന്ന ധ്രുവങ്ങളുടെയും ഇതിൻ്റെ നിരീക്ഷണമായിട്ട് അതിൻ്റെ ഫലവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്രമീകരണം ഒന്നാമത്തേതിൽ സൗത്തും സൗത്തുമാണ് അടുത്തടുത്ത് വരുന്നത്. അപ്പം വികർഷണമാണ്, ഒരേ ധ്രുവങ്ങളായതുകൊണ്ട് വികർഷണമാണ്. തൊട്ടപ്പുറത്തെ ചിത്രത്തിൽ വിപരീത ധ്രുവങ്ങൾ അടുത്തടുത്ത് വരുന്നു, ആകർഷണമാണ്. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. ജസ്റ്റ് ആ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. സ്ഥിരകാന്തവും താൽക്കാലിക കാന്തവും. കാന്തിക ശക്തി സ്ഥിരമായി നിലനിൽക്കുന്ന കാന്തങ്ങളാണ് സ്ഥിരകാന്തങ്ങൾ, പെർമനൻറ്റ് മാഗ്നറ്റ്സ്. നമ്മൾ പരീക്ഷണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കാന്തങ്ങളുണ്ടല്ലോ, ബാർ കാന്തം, യു കാന്തം അങ്ങനെയൊക്കെ പറഞ്ഞ്, അവയൊക്കെ സ്ഥിരകാന്തങ്ങളാണ്. ലോഡ് സ്റ്റോൺ, ബാർ കാന്തം, യു കാന്തം, ലാടകാന്തം, സിലിണ്ടറിക്കൽ കാന്തം, ഓവൽ കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, കാന്തസൂചി എന്നിവ സ്ഥിരകാന്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക ശക്തി ലഭിക്കുകയും കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ കാന്തിക ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം കാന്തിക വസ്തുക്കളാണ് താൽക്കാലിക കാന്തങ്ങൾ, ടെമ്പററി മാഗ്നറ്റ്സ്. അപ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ സഹായത്തോടെ കൂടി മാത്രം കാന്തമായി മാറുന്നവയാണ് താൽക്കാലിക കാന്തങ്ങൾ. ജെം ക്ലിപ്പ്, ആണി, മൊട്ടുസൂചി തുടങ്ങിയ കാന്തിക വസ്തുക്കൾ താൽക്കാലിക കാന്തങ്ങളായി പ്രവർത്തിക്കുന്നു. മറ്റ് സ്ഥിരകാന്തങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇവയ്ക്ക് കാന്തിക ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അടുത്തതായി കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു. ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. കാന്തത്തിന് ആകർഷണബലം കൂടുതൽ അതിൻ്റെ ധ്രുവങ്ങളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. കാന്തം കാന്തിക വസ്തുക്കളിൽ ബലം പ്രയോഗിക്കുന്നു. അതാണ് കാന്തിക ബലം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കാന്തത്തിന് ചുറ്റും കാന്തിക മണ്ഡലമുണ്ട്, അത് അദൃശ്യമാണ്. കാന്തിക മണ്ഡലത്തിന് ചുറ്റും കാന്തിക മണ്ഡല രേഖകളുണ്ട്. സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം തെക്ക് വടക്ക് ദിശയിൽ നിലനിൽക്കുന്നു. ഒരു കാന്തം പൊട്ടിയാൽ ഓരോ കഷ്ണവും ഓരോ ചെറു കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ പറഞ്ഞു. കാന്തിക ശക്തി എന്താണ്? വ്യത്യസ്ത കാന്തങ്ങളുടെ കാന്തിക ശക്തി വ്യത്യസ്തമാണ്. ഓരോ കാന്തത്തിനും അതിൻ്റെ കാന്തിക ശക്തി അനുസരിച്ച് ആകർഷണ ദൂരം വ്യത്യസ്തമാകുന്നു. അപ്പോൾ എല്ലാ കാന്തങ്ങൾക്കും ഒരേപോലെ ശക്തി ഉണ്ടാവില്ല. ആകർഷണ ദൂരം കുറച്ച് ദൂരം മാത്രമേ ചിലതിന് ആകർഷണ ദൂരം ഉണ്ടാവുള്ളൂ, ചിലതിന് നല്ല ശക്തി ഉണ്ടാവും, അതിന് കൂടുതൽ ദൂരം ആകർഷണ ദൂരം കിട്ടുന്നു. കൃത്യമായി സൂക്ഷിക്കുന്ന സ്ഥിരകാന്തങ്ങളുടെ കാന്തിക ശക്തി ദീർഘകാലം നിലനിൽക്കും. കാന്തത്തെ വലിച്ചെറിയുമ്പോഴും അലക്ഷ്യമായി കൂട്ടിയിടുമ്പോഴും ചുറ്റിക കൊണ്ട് ശക്തിയായി അടിക്കുമ്പോഴും ചൂടാക്കുമ്പോഴും കാന്തിക ശക്തി കുറയുന്നു. അപ്പോൾ കാന്തിക ശക്തി കുറയുന്ന സാഹചര്യങ്ങൾ പറഞ്ഞു. കൃത്യമായി സൂക്ഷിക്കുന്ന കാന്തങ്ങളാണെങ്കിൽ കുറേ കാലം നിൽക്കും. ആ കാന്തിക വസ്തുവും തമ്മിലുള്ള ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പിക്ചറിൽ എങ്ങനെയാണ് കാന്തം സുരക്ഷിതമായിട്ട് ദീർഘകാലം കേടുകൂടാതെ വെക്കുന്നതെന്നാണ് പറയുന്നത്. 2 ബാർകാന്തങ്ങളാണ് ആദ്യത്തെ ചിത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് നിറത്തിൽ പോൾസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നടുഭാഗത്തായിട്ടും അതുപോലെ സൈഡുകളിലായിട്ടും കാന്തിക വസ്തുക്കൾ കൊണ്ട്, അതായത് സ്റ്റോപ്പർ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആകർഷണ ബലം കൂടുതലായിട്ട് പുറത്തേക്ക് നഷ്ടപ്പെടുന്നില്ല. ബാർ കാന്തത്തിൻ്റെ ആണെങ്കിൽ ആ 2 പോളിൻ്റെയും ഇടയ്ക്കായിട്ട് സ്റ്റോപ്പർ കൊണ്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു. അടുത്തതായി വൈദ്യുത കാന്തം. പച്ചിരുമ്പ് അണിയിൽ ചുറ്റിയ കവചിത കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തം, ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പച്ചിരുമ്പ് അണിയിൽ കവചിത ചെമ്പ് കമ്പി ചുറ്റി അതിൻ്റെ അകത്തേക്കൂടെ വൈദ്യുതി കടത്തിവിടുന്നു. വൈദ്യുത കാന്തത്തിൻ്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. അത് ഒരു താൽക്കാലിക കാന്തത്തിന് ഉദാഹരണമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിക്കുമ്പോൾ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. വൈദ്യുത കാന്തങ്ങളുടെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കമ്പിച്ചുരുളുകളുടെ എണ്ണം, വൈദ്യുതിയുടെ അളവ്, കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിൻ്റെ ഛേദതല വിസ്തീർണം. അപ്പോൾ ഇത്രയും ഈ 3 കാര്യങ്ങളാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അവിടെ ഒരു പച്ചിരുമ്പാണിയെ
വൈദ്യുത കാന്തമാക്കി മാറ്റിയതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ചെമ്പ് കമ്പി ചുറ്റിയിരിക്കുന്നു. വൈദ്യുതി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറം ഒരു ബാറ്ററി വെച്ചിരിക്കുന്നു. പച്ചിരുമ്പുകളുടെ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂടുമ്പോൾ കാന്തിക ശക്തി കൂടുന്നു. കമ്പിച്ചുരുളുകൾ കൂടുതലുണ്ടെങ്കിൽ വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ കൂടുതൽ കാന്തിക ശക്തി ലഭിക്കുന്നു. വൈദ്യുതകാന്തത്തിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവ് കൂടുമ്പോൾ കാന്തിക ശക്തി കൂടുന്നു. പച്ചിരുമ്പിൻ്റെ ഛേദതല വിസ്തീർണം കൂടുമ്പോൾ കാന്തിക ശക്തി കൂടുന്നു. അപ്പോൾ ഈ 3 ഫാക്ടറുകളും കൂടുമ്പോഴാണ് കാന്തിക ശക്തി കൂടുന്നതെന്ന് ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് കാന്തങ്ങൾ സൂക്ഷിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്? ഒരു ജോഡി ബാർ കാന്തങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ ഒരു വശത്ത് വരുന്ന രീതിയിൽ ഒരു അകാന്തിക വസ്തു, അതായത് മരക്കട്ട ഉപയോഗിച്ച് വേർതിരിക്കുകയും അവയുടെ ധ്രുവങ്ങൾ സ്റ്റോപ്പർ കാന്തിക വസ്തു ഉപയോഗിച്ച് യോജിപ്പിക്കുകയും ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പിക്ചറിലെ പോലെ ക്രമീകരിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പിക്ചർ കണ്ടോ, 2 ബാർ കാന്തങ്ങൾ, അതിൻ്റെ നടുവിലായിട്ട് മരക്കട്ട വെച്ചിരിക്കുന്നു, 2 സൈഡിലായിട്ട് സ്റ്റോപ്പറും വെച്ചിരിക്കുന്നു. യു കാന്തങ്ങളുടെ ധ്രുവങ്ങളെ സ്റ്റോപ്പർ കാന്തിക വസ്തു ഉപയോഗിച്ച് യോജിപ്പിച്ച് സൂക്ഷിക്കുക. കാന്തങ്ങളെ മറ്റ് കാന്തിക വസ്തുവുമായി കൂട്ടിയിടരുത്. മറ്റ് കാന്തിക വസ്തുക്കളുമായിട്ട് സമ്പർക്കം വരുന്നത് ഒഴിവാക്കുക. കാന്തങ്ങളെ ഉയർന്ന താപനിലയിൽ നിന്ന് അകറ്റി നിർത്തുക. അപ്പോൾ ഇതൊക്കെയാണ് കാന്തത്തെ സൂക്ഷിക്കാനുള്ള മാർഗങ്ങൾ. വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പച്ചിരുമ്പ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഉരുക്ക് അഥവാ സ്റ്റീൽ. കാന്തം നിത്യജീവിതത്തിൽ കാന്തത്തിൻ്റെ ഉപയോഗങ്ങൾ ഇതൊക്കെയാണ്. വലിയ ഭാരമുള്ള ഇരുമ്പ് കഷ്ണങ്ങളും മറ്റ് കാന്തിക വസ്തുക്കളും ഉയർത്താനും മറ്റൊരിടത്തേക്ക് മാറ്റാനുമായി ക്രെയിനുകളിൽ ശക്തമായ കാന്തങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ക്രെയിനുകളിലൊക്കെ കാന്തം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഹെഡ്ഫോണുകൾ, ലൗഡ് സ്പീക്കറുകൾ, മോട്ടോറുകൾ എന്നിവയിൽ കാന്തങ്ങൾ പ്രധാന ഘടകമാണ്. റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, കബോർഡുകൾ എന്നിവയുടെ ഡോറുകളിൽ കാന്തങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വീട്ടിലൊക്കെയുള്ള സാധനങ്ങളാണ് കബോർഡിൻ്റെ ഡോറ്, അതുപോലെ റെഫ്രിജറേറ്റർ, അതിലൊക്കെ കാന്തമാണ് ഉപയോഗിക്കുന്നത്. ആരോഗ്യരംഗത്ത് കാന്തശക്തി പ്രയോജനപ്പെടുത്തുന്ന ഉപകരണമാണ് MRI മെഷീൻ. MRIയുടെ പൂർണ്ണരൂപം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മെഷീൻ എന്നാണ്. MRIയുടെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡുകളിൽ അക്കൗണ്ട് വിവരങ്ങൾ കോഡ് ചെയ്തിരിക്കുന്നത് അതിന് പുറകിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പിലാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ATMിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്. മാഗ്ലെവ് ട്രെയിനുകൾ കാന്തിക ശക്തി പ്രയോജനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. മാഗ്ലെവ് ട്രെയിനുകൾ ഒരു ബോക്സിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചക്രങ്ങളില്ലാതെ തന്നെ പാളങ്ങളിൽ നിന്ന് അല്പം ഉയർന്ന് സഞ്ചരിക്കുന്ന ട്രെയിനുകളാണ് മാഗ്ലെവ് ട്രെയിനുകൾ. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ എന്നാണ് പൂർണ്ണരൂപം. ട്രെയിനിൻ്റെ അടിവശത്തുള്ള വൈദ്യുത കാന്തങ്ങളുടെ കാന്തിക പ്രഭാവവും പാളങ്ങളിലെ ക്രമീകരണങ്ങൾ മൂലമുണ്ടാകുന്ന കാന്തിക പ്രഭാവവും തമ്മിലുള്ള പ്രവർത്തന ഫലമായാണ് മാഗ്ലെവ് ട്രെയിനുകൾക്ക് പാളത്തിലൂടെ പാഞ്ഞുപോകാൻ കഴിയുന്നത്. അപ്പോൾ ചക്രങ്ങളില്ലാതെ കാന്തിക ശക്തി പ്രയോജനപ്പെടുത്തി ഉള്ള ഒരു ട്രെയിനാണ് മാഗ്ലെവ് ട്രെയിനുകൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. കാന്തങ്ങളുടെ സവിശേഷതകളാണ് പറഞ്ഞത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.